വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, വണങ്ങുന്നു ഞാൻ പ്രിയനേ. രക്ഷിക്കപ്പെട്ടവനെ ഈശോ, തിരുവിലാവിൽ മുറിവേറ്റവനെ ഈശോ, മുൾക്കിടം ചൂടിയവനെ ഈശോ, ഉയർത്തെഴുന്നേറ്റവനെ ഈശോ, കർത്താവിന്റെ കൈകളെ ആണിപ്പഴുതാറുന്ന കൈകൾക്ക് സ്വോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ആണിപ്പഴുതാറുന്ന കാലുകൾക്ക് സ്വോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുവിലാവിലെ മുറിവിനെ ഓർത്ത് സ്വോത്രം ചെയ്യുന്നു. നിന്റെ മുൾക്കിടത്തിന്റെ പാടുകളെ ഓർത്ത് സ്വോത്രം ചെയ്യുന്നു. ഓ കുരിശിക്കപ്പെട്ടവനെ, ഓ ഉയർത്തെഴുന്നേറ്റവനെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. തേജസ്സേഴും അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ആരാധന നിമിഷങ്ങളിലെ എല്ലാ ഹതഭാഗ്യവർക്കും വേണ്ടി, എല്ലാ തരത്തിലും വ്യഥ അനുഭവിക്കുന്നവർക്ക് വേണ്ടി അമ്മേ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. തേജസ് ഒരുമിച്ച് പാടാം. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ഈശോ സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ സ്തുതിക്കട്ടെ, നന്ദിയോടെ സ്തുതിക്കട്ടെ. ഈശോ ഉയർന്നവരെ സ്തുതിക്കട്ടെ, ആണിപ്പഴുതാതെ സ്തുതിക്കട്ടെ, മുറിവേറ്റവരെ സ്തുതിക്കട്ടെ, ആണിപ്പഴുതാതെ സ്തുതിക്കട്ടെ, മരണത്തെ ജയിച്ചവരെ സ്തുതിക്കട്ടെ, വീണ്ടും വരുന്നവരെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ ധ്യാനിച്ച് ദൈവവചനം റോമാ 1:16 നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്നതാണ്. ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവവചനം നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? രക്ഷയിലേക്ക് നയിക്കണം. രക്ഷ ആരാണ്? ശമയോൻ ഈശോനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ലൂക്കാ 2:30 നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വചനങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. രക്ഷ എപ്പോഴും രക്ഷയുടെ ഒരു സ്പർശ തലങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടത് കാഴ്ച തലങ്ങളാണ്, രക്ഷയുടെ കാഴ്ചപ്പുറങ്ങൾ. തോമാസ് ശ്ലീഹായോട് ഈശോ പറഞ്ഞ് രക്ഷയുടെ കാണാപ്പുറങ്ങളും. അപ്പോൾ രക്ഷയ്ക്ക് എപ്പോഴും കാഴ്ചപ്പുറമുണ്ട്, കാണാപ്പുറമുണ്ട്, പിന്നെ ഒരു സ്പർശതലമുണ്ട്. അപ്പോസ്തലന്മാരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ ഈ നിമിഷം വരെ എല്ലാ രക്ഷയുടെ പ്രാതികൂല്യങ്ങളെ അതിജീവിച്ച് വന്നവരാണ് നമ്മൾ. എന്തെങ്കിലും പ്രതികൂലം സഭയുടെ മുന്നിലുണ്ടെങ്കിൽ അത് രക്ഷയുടെ പ്രാതികൂല്യങ്ങളായിരിക്കണം. നമ്മൾ മറ്റതിനെ ഒന്നും പ്രാതികൂല്യം എന്ന് വിളിക്കത്തില്ല. മറ്റ് പ്രതികൂലങ്ങളെ ഒന്നും സഭ പ്രതികൂലം ആയിട്ട് പരിഗണിക്കത്തില്ല. എന്താ കാര്യം? നമുക്കൊരു പ്രോട്ടോക്കോളുണ്ട്, അത് ഈശോൻ്റെ പ്രോട്ടോക്കോളാണ്. ഈശോ എന്തിനെ പരിഗണിച്ചു? പ്രതികൂലമായിട്ട് പ്രതികൂലിച്ചത് എന്തിനെയാണ്? രക്ഷയുടെ പ്രാതികൂല്യങ്ങളാണ് സഭയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മുടെ പ്രാതികൂല്യങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ. ഈശോ പറഞ്ഞില്ലേ, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ.
ഈ ആലയം നിങ്ങൾ നശിപ്പിക്കുക. ലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന എന്താ? ഇപ്പം കൊറോണ വന്നപ്പോഴും പ്രാർത്ഥന എന്താണ്? നശിപ്പിക്കല്ലേ നശിപ്പിക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കണത്. ഈ ഭൂമിയുടെ പ്രകൃതി അതാ. ഈ ഭയം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാ? നശിപ്പിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ്. ഇപ്പം പ്രപഞ്ചത്തിൽ നമ്മൾ എന്തുമാത്രം ചെടികളെ കാണുന്നു, അവർക്ക് ഈ ഭയമുണ്ട്. ഇപ്പം ടച്ച് മീ നോട്ട് അങ്ങനൊരു ചെടിയില്ലേ, എന്നെ തൊടല്ലേ, തൊട്ടാവാടി ചെടി, എന്നെ തൊടല്ലേ എന്ന് പറയും. ടച്ച് മീ നോട്ട്. നമ്മളതിനെ തൊട്ടാ വാടി എന്നാണ് പറയണത്, തൊട്ട് കഴിഞ്ഞാൽ വാടും എന്നാണ് പറയണത്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താ? അതിനെ തൊട്ട് കഴിയുമ്പോൾ തന്നെ ഈ ചെടികളുടെ ഇലയെല്ലാം ഇങ്ങനെ വാടുകയും വേറൊരു സംഭവം ചാടുകയും ചെയ്യും. എന്താണ്? അതിൻ്റെ മുള്ളിനെ ചാടിക്കാനാണ് ചെടി വാടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പ്രകൃതി നിയമം എന്താ പറയണത്? ടച്ച് മീ നോട്ട്, ഡോണ്ട് ഡിസ്ട്രോയ് മീ. പ്രപഞ്ചം അങ്ങനെയാണ് പറയണത്, എന്നെ നശിപ്പിക്കല്ലേ. എന്നെ നശിപ്പിക്കാൻ നീ ശ്രമിച്ചാൽ ഞാൻ നിന്നെ കുത്തും. അതാണ് തൊട്ടവാടി നമ്മളോട് പറയണത്, ഞാൻ നിന്നെ കുത്തും. കാരണം എനിക്ക് നിലനിൽക്കണം. നിലനിൽക്കുന്ന എൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമോ? ദാറ്റ് ഈസ് ദ ഫിയർ. വാട്ട്സ് ഹ്യൂമൻ ഫിയർ? വാട്ട്സ് ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ഫിയർ? അതെൻ്റെ നിലനിൽപ്പിനെ ഹർട്ട് ചെയ്യുമോ? ഇത് ചെടികൾക്കുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാക്ടസ് ഇല്ലേ, എന്നാ കാക്ടസ് എന്ന് പറയണത്? കള്ളിമുള്ളിൻ്റെ പൂക്കൾ എവിടെയാണ് വരുന്നത്? നോക്കിയാൽ മതി, എൻ്റെ മുകളിലാണ് വരുന്നത്, ഉച്ചിയിൽ കള്ളിമുള്ളിൻ്റെ പൂക്കൾ. അപ്പോൾ വണ്ടുകൾക്കോ പൂമ്പാറ്റകൾക്കോ നിങ്ങൾക്ക് എൻ്റെ തേനെ കുടിക്കാം, പക്ഷേ എൻ്റെ ശരീരം കണ്ടിട്ടില്ലേ, മുഴുവനും മുള്ള. എൻ്റെ ശരീരത്തോട്ട് കളിക്കരുത് എന്നാൽ കള്ളിമുള്ളി നമ്മളോട് പറയണത്. നിങ്ങൾക്ക് എൻ്റെ തേനെ കഴിക്കാം, എൻ്റെ പൂ വേണമെങ്കിൽ കിള്ളിയെടുക്കാം, പക്ഷേ എൻ്റെ ശരീരത്തെ തൊട്ട് കളിക്കരുത്. കളിച്ചാൽ വിവരം അറിയും. കാര്യം ചെടി പോലും, നിശബ്ദ ജീവിയായ ചെടി പോലും അതിൻ്റെ നിലനിൽപ്പിനെ പ്രതിരോധിക്കുമ്പോൾ ഒരു സ്വയം പ്രതിരോധമുണ്ട്. ഈ പ്രകൃതിയുടെ സ്വഭാവം അതാ. ഇങ്ങനെ ഇപ്പോൾ റോസപ്പൂവ് തന്നെ എടുക്കാമല്ലോ. റോസപ്പൂവിന് എന്താ വിഷയം? അതിൻ്റെ അതിമനോഹരമാണ് പൂക്കൾ, പക്ഷേ മുള്ളുണ്ട്. ടച്ച് മീ നോട്ട്. റോസയും നമ്മളോട് പറയും, പൂ വേണേൽ സൂക്ഷിച്ച് ചേർക്കാം, എൻ്റെ ശരീരത്തെ തൊടരുത്. കാര്യം മുള്ളില്ലല്ലോ. പൂ വേണേൽ എൻ്റെ ഫലം നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ എൻ്റെ ശരീരത്തെ തൊടരുത്. ഈ ചെടികളും ഈ സസ്യലോകവും എല്ലാം നിലനിൽപ്പിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? എൻ്റെ ശരീരത്തെ തൊട്ട് കളിക്കരുത്. ഇനിയിപ്പോൾ നമ്മളെ കടലിലെ ജീവികളില്ലേ, ഈ ബാറ്റ് ഫിഷ് പോലുള്ള തിരണ്ടികൾ അവയെ തൊടാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ അതിൻ്റെ ആന്തം വെച്ച് ഇങ്ങനെ ആഞ്ഞ് കുത്തും. അതിൻ്റെ വാലിൽ, അതിൻ്റെ ചിറകിൻ്റെ താഴെ ഒരു ആന്തരിപ്പുണ്ട്, 2 ആന്തരിപ്പുണ്ട്, മുള്ളിരിപ്പുണ്ട്. വാലൊരു മുള്ളിരിപ്പുണ്ട്. മുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞ് കുത്തിയാൽ ഫ്രണ്ട് വരെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ഒരു ശത്രു വന്നാൽ അതിൻ്റെ ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ പുറകിൽ 2 മീറ്റർ അകലെ കിടക്കുന്ന വാല് കൊണ്ട് ഇവൻ വളച്ച് മുമ്പിൽ കുത്തും. ദാറ്റ് മീൻസ് എൻ്റെ ശരീരത്തെ തൊടരുത്. ഈ പ്രപഞ്ചവും കടലിലുള്ളതും കരയിലുള്ളതും കാട്ടിലുള്ളതും എല്ലാം പറയണത് എന്താ? എൻ്റെ ശരീരത്തെ തൊടരുത് എന്നാണ് പറയണത്. ഇനി മൃഗലോകത്ത് നോക്കിയാലും മുള്ളമ്പന്നിനെ കണ്ടിട്ടില്ലേ? മുള്ളമ്പന്നിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവൻ ചീറ്റും. അപ്പോൾ തന്നെ ഈ അസ്ത്രം പോലെ അവൻ്റെ മുള്ളുകൾ പറന്നു വന്ന് പുലിയെപ്പോലും മൂക്കിൽ വരെ കയറണം നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം പ്രതിരോധത്തിലാണ്. എല്ലാം പറയുന്ന ഒരു വചനമുണ്ട്, എന്താ? ടച്ച് മീ നോട്ട്. എൻ്റെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. കണ്ടാമൃഗം അത് തന്നെയാണ് പറയണത്. റൈനോ ഇല്ലേ, റൈനോ നല്ല പേരാ, കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റിയ പേരാ. പക്ഷേ മലയാളി കരിക്കുമ്പോൾ അതിൻ്റെ പേര് മാറിപ്പോവും, കണ്ടാമൃഗം എന്താവും. അതിപ്പോൾ ബാറ് തുറക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടാം ആ പേര്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ മുമ്പിലാണ് കൊമ്പ്. മൃഗങ്ങളുടെ എല്ലാത്തിൻ്റെയും കൊമ്പ് എവിടെയാണ്? മുമ്പിലാണ്. എന്താ അതിങ്ങൾ പറയണത്? എൻ്റെ ശരീരത്തെ തൊടരുത്. എൻ്റെ ശരീരത്തെ തൊട്ടാൽ എനിക്ക് എന്നെ തന്നെ പ്രതിരോധിക്കേണ്ടി വരും. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രതിരോധം നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ്. ഞാനിത് പറയാൻ കാര്യം,
ഈ പുല്ലും പുഷ്പവും മൃഗങ്ങളും കാടും എല്ലാം അതിൻ്റെ നിലനിൽപ്പിൻ്റെ തത്വം അതാണ്. കൊമ്പും മുള്ളും ഒക്കെ ഉള്ളതാണ്. ഈ ലോകത്ത് മനുഷ്യൻ പോലും നമുക്കറിയാം ഈ പരിചമുട്ട് കളിയൊക്കെ. ഇപ്പോൾ കൃപാസനത്തിൻ്റെ ഒരു മിഷൻ്റെ പേര് നമ്മുടെ ഹെറിറ്റേജ് സർവൈവലിങ്ങാണ്, അതായത് ട്രഡീഷനിലുള്ള. അതിൻ്റെ തോന്നാൻ പരിചമുട്ട് കളി. എന്നാ കാര്യം? ഇതെങ്ങനെയാണ് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി വന്നത്? എങ്ങനെയാണ്? 16-ാം നൂറ്റാണ്ടിൽ പള്ളിയിൽ പോലും നസ്രാണി പോയിരുന്നത് പരിചയം വാളും കൊണ്ടാണ്. മണിമാളികളുടെ ഒരു മുറിയിൽ പരിചയം വാളും വെക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. മണിമാളികളുടെ ഒരു മുറിയിൽ പരിചയം വാളി പള്ളിയിൽ പോകുന്ന ആൾക്കാരുടെ കുർബാന നടക്കുന്ന സമയത്ത് പരിചയം വാളും വെക്കാനൊരു സ്ഥലമുണ്ടായിരുന്നു പള്ളിയിൽ, 16-ാം നൂറ്റാണ്ടിലെ പള്ളികളിലൊക്കെ. എന്താണ്? ഈശ്വര പൂജയായാലും ശരി, ശരീരത്തോടുള്ള കളി വേണ്ട. ഇത് ഒരു മനുഷ്യൻ്റെ, നമ്മൾ ചെടികളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുമ്പോഴും ഇത് ആവർത്തിക്കുകയാണ് ശരിക്കും. ഇതൊരു തത്വമാണ്. ഇപ്പം തന്നെ നമ്മൾ നമസ്കാരമായില്ലേ കൊറോണ കാലത്ത്, ഒരു 4000 കൊല്ലത്തെ പഴക്കമുണ്ട് നമസ്കാരത്തിന്. പിന്നീട് അതിനെ ശരിക്കും അത് സാംസ്കാരികവൽക്കരിച്ച് എൻ്റെതല്ല നിൻ്റെതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആദ്യം വന്നത് ജാതി കൊറോണയുടെ ഭാഗമായിട്ട് വന്നതാണിത്. ശരീരത്തോടുള്ള കളി വേണ്ട എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മൾ കൊറോണ വന്നിട്ട് പോലും നമുക്ക് 4 അടി അകലം, നമ്മളെ കൊറോണ 4 അടി അകലം നിർത്തണുള്ളൂ. ജാതി കൊറോണ 64 അടിയാണ് നമ്മൾ അകലം നിർത്തിയിരുന്നത് സാധാരണ മനുഷ്യരെ. അതും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചതാണ്. 64 അടി മനുഷ്യൻ, ശൂദ്രന് 64 അടിയാണ് മനുഷ്യന് ബ്രാഹ്മണൻ അകലം നിർത്തിയിരുന്നത്. ഇപ്പം 4 അടിയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ഭീകരമായിരുന്നു ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ശരീരത്തെ തൊടുള്ള കളി വേണ്ട. അപ്പോഴേ നമ്മൾ കാണുകയായിരുന്നു ചെടികൾ, മൃഗങ്ങൾ, മനുഷ്യർ തൊട്ടുവിടം വരെ. ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, യു ക്യാൻ ടച്ച് മൈ ബോഡി, നോട്ട് ഓൺലി ടച്ച്, യു ക്യാൻ ഡിസ്ട്രോയ് മൈ ബോഡി. നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ തൊടാമെന്നൊരാളെ പറഞ്ഞുള്ളൂ ലോകത്തോട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2:19. നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ തൊടാം, യു ക്യാൻ ഡിസ്ട്രോയ് മീ, നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കുകയും ചെയ്യാം. എന്താണ് അവർ അത്രയും ധൈര്യമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം? ബട്ട് ഐ വിൽ റീബിൽഡ് ഇറ്റ് വിത്തിൻ 3 days. നിങ്ങളെന്നെ ശരീരം നശിപ്പിച്ചാലും ഞാനതിനെ 3 ദിവസം കൊണ്ട് അതിനെ പുനരുദ്ധരിക്കും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ഹല്ലേലൂയ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ വാക്കുകളുടെ വില അറിയണത് അങ്ങനെയാണ് ശരിക്കും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ടേ, ഈശോയ്ക്ക് കുറേ തരം കോൺഷ്യസ് ഉണ്ടായിരുന്നു, കുറേ തരം കോൺഷ്യസ് ബോധങ്ങൾ. ഒന്ന് അവൻ്റെ പാഷൻ കോൺഷ്യസാണ്. അവൻ പാഷൻ പ്രെഡിക്ഷൻസൊക്കെ പറയത്തില്ലേ, പീഡാനുഭവ പ്രവചനങ്ങൾ. പീഡാനുഭവത്തെക്കുറിച്ച് അവന് നല്ല കോൺഷ്യസ് ഉണ്ടായിരുന്നു ആദ്യം മുതലേ. അതുകൊണ്ടാണ് നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, മനുഷ്യപുത്രനെ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും. പക്ഷേ അപ്പോഴും ഈശോയ്ക്ക് വേറൊരു കോൺഷ്യസ് ഉണ്ടായിരുന്നു. വി ഹാവ് ഹൈലൈറ്റഡ് ഹിസ് പാഷൻ കോൺഷ്യസ് ഉള്ളി. നമ്മൾ അവൻ്റെ പാഷൻ കോൺഷ്യസ് ആണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. പക്ഷെ അതിൻ്റെ കൂടെ ആ പീഡാനുഭവ പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്, ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, ബട്ട് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. പാഷൻ കോൺഷ്യസിൻ്റെ കൂടെയുള്ളതാണ് റെസറക്ഷൻ കോൺഷ്യസ്. നിർഭാഗ്യവശ അവൻ്റെ റിസറക്ഷൻ കോൺഷ്യസ് ഈ നിമിഷം വരെ ബൈബിളിൽ അധികം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. അവരുടെ എല്ലാ വചനങ്ങളിലും ഈ റിസറക്ഷൻ കോൺഷ്യസ് ഉണ്ട്.
അവൻ്റെ പുനരുദ്ധാന അവബോധം. And apostles are participating in this resurrection conscious. നമ്മുടെ അപ്പോസ്തലന്മാർ പങ്കെടുത്തത്, പങ്കാളികളായത് കർത്താവിൻ്റെ റിസറക്ഷൻ കോൺഷ്യസിലാണ്. അവൻ്റെ എല്ലാ വചനങ്ങളിലെയും, അതായത് ഇപ്പോഴും നമ്മൾ നടപടി പുസ്തകം 4:33, നടപടി പുസ്തകം 4:33, അപ്പോസ്തലന്മാർ അവൻ്റെ പുനരുദ്ധാനത്തിന് ശക്തിമത്തായ സാക്ഷ്യം നൽകിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു വന്നു. നടപടി പുസ്തകം 4:33, അപ്പോസ്തലന്മാർ അവൻ്റെ പുനരുദ്ധാനത്തിന് ശക്തിമത്തായ സാക്ഷ്യം നൽകിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അപ്പോസ്തലന്മാർക്ക് ഒറ്റ പ്രോട്ടോക്കോളേ ഉള്ളൂ. സഭയുടെ ചരിത്രത്തിൽ ഇടക്കാലം കൊണ്ട് ആ പ്രോട്ടോക്കോളൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ ബേസിക്കായിട്ട് സഭയ്ക്ക് നിലനിൽപ്പിൻ്റെ ഒരു കാരണമേ ഉള്ളൂ. ദ കോസ് ഓഫ് ജീസസ്. സഭ ഫോർ വാട്ട് ഇറ്റ് ഷുഡ് ബി എക്സിസ്റ്റ് ഇൻ ദിസ് എർത്ത്, എന്തിന് അത് നിലനിൽക്കണം? ഒറ്റ കാരണമേ ഉള്ളൂ, ജീസസ് ഇസ് റിസൺ. കർത്താവ് ഉയർത്തുന്നേറ്റു. ഫോർ ദാറ്റ് വി ആർ വിറ്റ്നസിംഗ്. അതിനാണ് ഞങ്ങൾ സാക്ഷികളാണെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. എപ്പോഴ് നമ്മൾ യോഹന്നാൻ 2:19 വായിച്ചില്ലേ? എന്താണ്? നിങ്ങൾ ഈ ശരീരത്തെ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനതിനെ പുനരുദ്ധരിക്കാം. എന്നിട്ട് ഈ 2:19 കഴിഞ്ഞിട്ട് 20-21 യോഹന്നാൻ കൃത്യമായിട്ടത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ബോഡി. അവൻ്റെ ശരീരത്തെക്കുറിച്ചാണ് അവൻ ടെമ്പിൾ എന്ന് പറഞ്ഞത്. അവൻ്റെ ശരീരത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. അത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനത് പുനരുദ്ധരിക്കുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോക്ക് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. ദ എനർജി ആൻഡ് കോൺഫിഡൻസ് ജീസസ് ഗേവ്സ് ദിസ് ഹിസ്റ്ററി ട്രെമൻഡസ് ആൻഡ് ഫാന്റാസ്റ്റിക്. കർത്താവ് ഈ മനുഷ്യരാശിക്ക് നൽകിയ ഊർജ്ജമില്ലേ, കോൺഫിഡൻസ്, ആത്മധൈര്യവും ശക്തിയും, അത് ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യരാശിയിലേക്ക് ഇറങ്ങി വരുന്നത് ഉത്ഥാനത്തിലൂടെയാണ്. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ യേശുവേ ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പണ്ട് നോബൽ സമ്മാനം കൊടുത്തായിരുന്നു 57 ഒരു വലിയ സാഹിത്യകാരനെ. അദ്ദേഹം പറഞ്ഞത് യു ക്യാൻ കിൽ മീ ബട്ട് യു കനോട്ട് ഡിസ്ട്രോയ് മീ എന്നാണ് പറഞ്ഞത്. ഹെമിംഗ്വേ തൻ്റെ 90 ദിവസത്തെ കടൽ ജീവിതത്തിന് ശേഷം വലിയ സ്രാവിനെ കൊണ്ടുവരുമ്പോഴും മറ്റു സ്രാവുകൾ വന്ന് ആ വള്ളത്തിൻ്റെ വില്ലിക്ക് കെട്ടിവെച്ചിരുന്ന സ്രാവിനെ കടലിൽ വെച്ച് തന്നെ അതിൻ്റെ മാംസത്തെ പറിച്ച് തിന്നും. കഷ്ടപ്പെട്ട് കരയിലെത്തുമ്പോൾ അസ്ഥിമാടം മാത്രമാകും. അസ്ഥിമാടത്തെ ഒരു കുരിശ് പോലെ തൂങ്ങി എടുത്തോളെ വെച്ചോടി മനുഷ്യൻ നടന്ന് പറയുന്ന വാക്കാണത്. യു ക്യാൻ ഡിസ്ട്രോയ് മീ.
യു ക്യാൻ കിൽ മീ, യു കനോട്ട് ഡിസ്ട്രോയ് മീ. ഈ വാക്കിന് പിന്നീട് നൊബൽ സമ്മാനം കൊടുത്തു. പക്ഷേ അതിനേക്കാൾ 2000 വർഷം മുമ്പ് ഈശോ പറഞ്ഞത് എന്താണ്? Even if you destroy me, you cannot perish me. എന്നെ പൂർണ്ണമായി നശിപ്പിക്കാൻ പറ്റത്തില്ല, അനിഹിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ വിൽ റിസറക്ട്, ഞാൻ അതിനെ റിക്കൺസ്ട്രക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ വചനങ്ങളാണ്. ഉദ്ധരിക്കുന്ന വചനങ്ങൾ, ഉദ്ധാനം ചെയ്യിക്കുന്ന വചനങ്ങൾ, ഏത് തകർച്ചയിൽ നിന്നും അതിജീവിക്കുന്ന വചനങ്ങൾ. ശ്രുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം. ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ റിസറക്ഷൻ കോൺഷ്യസ് അല്ലേ, ബൈബിൾ പണ്ഡിതന്മാർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കോൺഷ്യസ് ആണത്. ഡെത്ത് കോൺഷ്യസിനേക്കാൾ പവർഫുൾ ദ റിസറക്ഷൻ കോൺഷ്യസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ പുനരുത്ഥാന അവബോധം. ഈ അവബോധമാണ് എപ്പിഡേമിക്കിൽ നിന്നും ഇതുപോലെയുള്ള വലിയ പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന ഭയങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ അതിജീവിക്കാൻ സഹായിക്കുന്നത്. റിസറക്ഷൻ കോൺഷ്യസാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്കുണ്ടായിരുന്ന എല്ലാ പ്രാതികൂല്യങ്ങളുടെ പ്രതിരോധിച്ചുകൊണ്ട് അങ്ങേക്കുണ്ടായിരുന്ന പുനരുത്ഥാന അഭിഷേകത്താൽ, പുനരുത്ഥാന അവബോധത്താൽ സഭയെ അഭിഷേകം ചെയ്യണമേ. അതിജീവിക്കുന്നതിനുള്ള ആത്മശുദ്ധിയാൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഒരുമിച്ച് പാടുക. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ നോട്ടിൽ വാട്ടർമാർക്ക് പോലെയാണ് ദൈവവചനത്തിലൂടെ റിസറക്ഷൻ കോൺഷ്യസ് പോകുന്നത്. അത് ഈ റിസറക്ഷൻ കോൺഷ്യസ് ആദ്യകാലം മുതൽ നമ്മൾ പറയുന്ന കനോസിസ് അല്ലേ, ശൂന്യവൽക്കരണം, മനുഷ്യാവതാരത്തിന് മുമ്പുള്ളതാണത്. അതാണ് സെൻറ്റ് പോൾ പറയണത്. വാട്ട് ഈസ് ദ ക്രിസ്ത്യൻ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ റിസറക്ഷൻ കോൺഷ്യസ് ആണ്. ഒന്നിനെയും ഭയപ്പെടാതെ 2000 കൊല്ലത്തെ അതിജീവിച്ചത് എന്താണ്? ഈ റിസറക്ഷൻ കോൺഷ്യസ് ആണ്. വിശ്വാസമുള്ളവർക്ക്, വിശ്വാസത്തെ ഗൗരവമായി എടുക്കുന്നവർക്ക്.
ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഫിലിപ്പിയർ 2:6-7 വചനങ്ങളില്ലേ, കനോസിസ് വചനങ്ങൾ. പ്രകൃതിയ അവൻ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. ദാറ്റ് ഈസ് കനോസിസ്. ഒന്നിനെയും പരിഗണിക്കത്തില്ല. നഷ്ടപ്പെടുന്ന പരിഗണനയില്ല, നഷ്ടപ്പെടുമെന്ന പരിഗണനയില്ല, നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അങ്കലാപ്പില്ല. അതാണ് കനോസിസ്. ആ കോൺഫിഡൻസ് എവിടെ നിന്ന് വരണതാ? റിസക്ഷൻ കോൺഷ്യസിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം എന്ത് നഷ്ടപ്പെട്ടാലും റീബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന്. ശൂന്യവൽക്കരണത്തിൻ്റെ എല്ലാം അന്തർധാരയിലുള്ള ആത്മവിശ്വാസം ഈ റിസക്ഷൻ കോൺഷ്യസാണ്. അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ ദാസനായി മരണത്തോടും കുറിച്ച് മരണത്തോടും തന്നെ താഴ്ത്തി. എന്തുകൊണ്ടാണ് ഇത്തരം താഴ്ത്താവ് വരണത്? സ്വയം ഡിസ്ട്രക്ഷൻ വരണം എന്തുകൊണ്ടാണ്? ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്തുകൊണ്ടാണ്? ഇതെല്ലാം അംഗീകരിക്കണം എന്തുകൊണ്ടാണ്? ഒരു ആത്മവിശ്വാസമുണ്ട് റിസക്ഷൻ. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തുവന്ന്. ആരെല്ലാം യേശുക്രിസ്തു നാമത്തിൽ താഴ്മ വാങ്ങിച്ചാലും നഷ്ടപ്പെടുത്തിയാലും അതെല്ലാം റീബിൽഡ് ചെയ്യും. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തും. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകും. അതെല്ലാം റിസക്ഷൻ്റെ തന്നെ കോൺഷ്യസിൻ്റെ ബഹിസ്ഫുരണമായിട്ട് വരുന്ന വചനങ്ങളാണ് ശരിക്കും. ദൈവത്തിൽ എന്ത് ഞാനിത് പറഞ്ഞെന്നറിയാവോ? കർത്താവിൻ്റെ ഓരോ വചനങ്ങളും പരിശോധിച്ചാൽ ഈ റിസക്ഷൻ കോൺഷ്യസ് ഉണ്ട്. വചനങ്ങളെ എന്തിന് നമ്മൾ കേൾക്കണം, എന്തിന് നമ്മൾ ആഗീരണം ചെയ്യണം, അതെല്ലാം ചെയ്യണത് ഈ റിസക്ഷൻ കോൺഷ്യസ് സ്വായത്തമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞത്, ഇപ്പോഴ് മത്തായി 5:40 നിന്നോട് 1 മൈൽ നടക്കാൻ നിന്നോട് ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ നീ 2 മൈൽ നടക്കാൻ പറയും. നമുക്ക് നഷ്ടമില്ല. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കണമല്ല. ഇപ്പം നിന്നോട് ചണ്ട കൂടി, ഇപ്പം 5:40, 41, 42, 40 വചനങ്ങളെല്ലാം മത്തായി ശ്ലീഹ വായിക്കുമ്പോൾ എല്ലാം നമുക്ക് നഷ്ടമാണ്. വചനം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നഷ്ടമായിരുന്നത്, ഡിസ്ട്രോയാണ്. ഇതെല്ലാം മറ്റേ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ പാരലാണ്. എന്താണ്? ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ. 2:19 യോഹന്നാൻ്റെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് വരണം. ഇതെല്ലാം എല്ലാ റിസക്ഷൻ കർത്താവ് പറഞ്ഞ വചനങ്ങളുടെ ആപ്ലിക്കേഷൻസാണ് പിന്നീട് വരുന്ന നഷ്ടവചനങ്ങളല്ല. നഷ്ടവചനങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അതിന് സഹായകമായ വചനങ്ങൾ. നിന്നോട് നിൻ്റെ ഒരു കർണത്തെ അടിക്കുന്നവനോട് മറുകർണം കൂടി കാണിച്ചു കൊടുക്കുക. അതെല്ലാം റിസക്ഷൻ കോൺഷ്യസിൻ്റെ വചനങ്ങളാണ്. എന്താ കാര്യം? ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന്. എന്തും നഷ്ടപ്പെട്ടാലും റീബിൽഡ് ചെയ്യുമെന്ന്. ഇപ്പോൾ ഹീബ്രു മെഷയുടെ ഭാഗമായിട്ട് റബിമാരുടെ പഠനങ്ങളിലൂടെ നമ്മൾ ഗോൾഡൻ കമാൻഡ്മെൻറ്റ്സ് പഠിക്കും. ഈ മത്തായി ശ്ലീഹയുടെ പല വചനങ്ങളെയും ഗോൾഡൻ കമാൻഡ്സിൽ കൊണ്ടുവച്ച് പഠിച്ചാണ് നമ്മൾ കാലം പുലർന്ന് പോകുന്നത്. അതുകൊണ്ടാണ് അവർ പറയണത്, ഇപ്പോൾ 7:12 വചനമില്ലേ മത്തായി ശ്ലീഹയുടെ സുവിശേഷം, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണം എന്ന് നിങ്ങൾക്ക് തോന്നുവോ അത് മറ്റുള്ളവർക്കും ചെയ്ത് കൊടുക്കുക. അപ്പോൾ കർത്താവിൻ്റെ പല വചനങ്ങളും ആവശ്യമില്ലാതെ കൊണ്ട് മിഷനയുടെ കൂടെ വെച്ച് പഠിച്ചിട്ട് അതിൻ്റെ റിസക്ഷൻ ചെയ്തതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വചനങ്ങൾ മിഷനയുടെ പൂർത്തീകരണമായിട്ട് വരുന്ന വചനങ്ങളല്ല, റബിമാരുടെ പഠന പാരമ്പര്യമായിട്ട് വരുന്ന വചനങ്ങളല്ല.
കർത്താവിൻ്റെ വചനങ്ങളെല്ലാം തനിക്ക് സംഭവിക്കാൻ പോകുന്ന നഷ്ടപ്പെടുതകളിൽ നിന്ന് പരമപിതാവെല്ലാം പുനരുദ്ധരിക്കും. ആ വചനം കേട്ട് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിലും നഷ്ടങ്ങൾ സംഭവിക്കത്തില്ല. അതെല്ലാം ദൈവത്തിന് നേട്ടങ്ങളായി മാറുമെന്നുള്ള റിസപ്ഷൻ കോൺഷ്യസ് ആണ്. കർത്താവെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് പുനരുദ്ധാനത്തിൻ്റെ അവബോധം നൽകണമേ. അവബോധം നൽകിക്കൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ നാമത്തിന് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്താനും എന്ത് നഷ്ടപ്പെടുത്തിയാലും അങ്ങയുടെ തിരുസന്നിധിയിൽ അത് നേട്ടമായി എനിക്ക് നൽകാൻ കഴിയുള്ള മരണത്തെ ജയിച്ചവനെ, വിജയ തെരഞ്ഞെടുത്തവനെ നിന്റെ അവബോധത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അപാചയത്തിൻ്റെയും ആധ്യാത്മികമായിട്ടുള്ള ഒരു ഇരുട്ട് തപ്പുന്ന ഒരു കാലമാണ് ചിലർക്കൊക്കെ ഈ കൊറോണ കാലം. അവിടെയെല്ലാം കൈമാറേണ്ടത് ഈ റിസപ്ഷൻ കോൺഷ്യസ് ആണ്. ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അഥവാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് ഉയർത്തുന്നതുപോലെ ഈശോ അതിനെ റീഗെയിൻ ചെയ്യിക്കുമെന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവ് ഈശോയെ, ഞങ്ങളെ ഞങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങള് നഷ്ടപ്പെടുമോ നശിപ്പിക്കപ്പെടുമോ എന്നുള്ള ആന്തരിക ബോധത്തിൽ നിന്നുണ്ടാകുന്ന ഭയമാണ് ഈശോയെ. കർത്താവേ, ആ ഉത്ഥാനം ചെയ്ത ശേഷം അങ്ങ് 7 പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞു, കർത്താവേ നിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എന്ന്. കർത്താവേ, നിന്റെ സമാധാനം എന്ന് പറയുന്നത് ഈ ഭയത്തെ അതിജീവിക്കുന്ന സമാധാനമാണ്. അതിനാൽ അങ്ങനെ ജനങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭയ്ക്ക് ഉള്ള കോൺഷ്യസ് എന്ന് പറയണത് ഈ റിസർഷൻ കോൺഷ്യസാണ്. ചിലപ്പോൾ അറിയാതെയൊക്കെ കാലത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ കർത്താവിൻ്റെ ഡെത്ത് കോൺഷ്യസിന് മേൽക്കൈ കിട്ടിയിട്ട് ആ ഡെത്ത് കോൺഷ്യസ് പ്രോട്ടോക്കോളിനെ നിശ്ചയിക്കും. നമുക്കൊരു പ്രോട്ടോക്കോളേ ഉള്ളൂ, വൈറ്റ് പ്രോട്ടോക്കോൾ. അതാണ് 4:33. അപ്പോസ്തലന്മാർക്ക് എന്നാ പ്രോട്ടോക്കോള്? വൈറ്റ് പ്രോട്ടോക്കോൾ. അതിങ്ങനെ കാലം മാറുമ്പോൾ കളർ അനുസരിച്ചുകൊണ്ട് മാറത്തില്ല. കർത്താവ് യേശുക്രിസ്തുവിന് അവൻ്റെ ഉത്ഥാനത്തിന് ശക്തിമത്തായ സാക്ഷ്യം വഹിച്ചുകൊണ്ട്, അതാണ് 4:33. അതാണ് വൈറ്റ് പ്രോട്ടോക്കോൾ. ചില സമയത്തൊക്കെ കാലത്തിൻ്റെ സമ്മർദ്ദത്തിൽ നാട് ഓടുമ്പോൾ നടുവേ ഓടാൻ വേണ്ടി നമ്മൾ പ്രോട്ടോക്കോളൊക്കെ ചിലപ്പോൾ ഗ്രീൻ ആവും, ചിലപ്പോൾ ബ്ലൂ ആവും. അങ്ങനെ ഒരു പ്രോട്ടോക്കോളൊന്നും ഇല്ല. സഭയ്ക്ക് ഒരു പ്രോട്ടോക്കോളേ ഉള്ളൂ. അത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് എന്ത് സിറ്റുവേഷൻ വന്നാലും, എന്ത് സാഹചര്യം വന്നാലും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള സാഹചര്യമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിൻ്റെ പേരാണ്
church. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ലോകത്ത് ഓരോ കാലത്ത് ഓരോരോ വിഷയങ്ങൾ വരും. അതൊന്നും ശാശ്വതമായ വിഷയങ്ങളായിരിക്കണം നിർബന്ധമില്ല. സഭയ്ക്കൊരു വിഷയം മാത്രമേ ഉള്ളൂ, വിറ്റ്നസിങ് ദ റിസക്ഷൻ. ദാറ്റ്സ് ഓക്കെ. 1 Corinthians 7:31 എന്താ പറയണത്? ലോകത്തിൻ്റെ ഭാവങ്ങൾ മാറി വെച്ച് വരുമെന്ന്. അത് കറക്റ്റല്ലേ? ലോകത്തിൻ്റെ ഭാവങ്ങൾ മാറി വരുമ്പോഴേ 1 Corinthians 7:31 ലോകത്തിൻ്റെ ഭാവങ്ങൾ മാറാം. പക്ഷെ നമ്മുടെ ദൗത്യം എന്താണ്? ലോകത്തെ കിഴിമൽ മറിക്കുകയാണ്. ഭാവങ്ങൾ മാറുന്ന ലോകത്തെ സഭയുടെ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് അതിനെ കിഴിമൽ മറിക്കും. അവിടെ വരാൻ അപ്പോസ്തലന്മാർ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ലോകത്തെ കിഴിമൽ മറിച്ചവരെ ഇവിടെയും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ചിലപ്പോഴൊക്കെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ വിശദമായി അതിനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ, ലോകത്തെ കിഴിമേൽ മറിക്കേണ്ടവർ ആണ് നമ്മുടെ. ഇപ്പോൾ ലോകം നമ്മളെ കിഴിമേൽ മറിക്കുകയാണ്. ഇപ്പോൾ പ്രോട്ടോകോൾ ആര് നിശ്ചയിക്കും? ലോകം നിശ്ചയിക്കേണ്ട പ്രോട്ടോകോൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന അവസ്ഥ. ഇപ്പോൾ ആമസോൺ സിനേറ്റിന് മുമ്പ് എന്താ സംഭവിച്ചത്? ആമസോൺ വനങ്ങൾ കത്തി. സർക്കാർ എന്നാ പറഞ്ഞത്? വനങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് വനങ്ങൾ കത്തിച്ചതെന്ന്. ഇവർ പരിഷ്കൃത ലോകമെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരെ അവരുടെ കാടുകളെല്ലാം കത്തിച്ച് കളഞ്ഞായിരുന്നു. അതെല്ലാം പാടശേഖരങ്ങൾ ഫാക്ടറിയൊക്കെ ആക്കി മാറ്റി. ഇവിടെ കാർബൺ ബാലൻസിങ് ചെയ്യേണ്ടത് ആരാണ്? 3-4 ലോകം. അങ്ങനെ പ്രോട്ടോക്കോൾ അവർ നിശ്ചയിക്കും. ഇപ്പം നമ്മൾ കാറ്റാടി വെച്ച് പിടിപ്പിക്കും. കാടും കാറ്റാടിയും നമുക്ക്, പാടശേഖരങ്ങളും ഉൽപ്പാദന മേഖലകളെല്ലാം അവർക്ക്. അപ്പോൾ എന്നിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ എന്നവർ പേരിടുകയും ചെയ്യും. നമ്മളത് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇതൊന്നും പ്രചരിപ്പിക്കേണ്ട, ഇതൊന്നും സത്യമല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ലോകത്തുണ്ടാകുന്ന അജണ്ടകൾ ഏറ്റെടുക്കാനുള്ള ബാധ്യത അപ്പോസ്തല സമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ്. കാര്യം അവർക്ക് അവിടെയുള്ള കൊമേഴ്സ്യൽ ആഗ്രഹങ്ങളുണ്ടാകാം. കൊറോണ വരുന്ന മുമ്പ് എന്തുകൊണ്ടാണ് വെന്റിലേറ്ററുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്? ഓരോരുത്തർക്കും അവരുടെ കൊമേഴ്സ്യൽ താല്പര്യങ്ങളുണ്ട്. അതും ചുമക്കേണ്ട ബാധ്യത കാലത്തിനില്ല, അല്ല സഭയ്ക്കില്ല. സഭയ്ക്കൊരു പ്രോട്ടോക്കോളാണ്. ഏത് സാഹചര്യം വന്നാലും നമ്മൾക്കെന്ന് ഇങ്ങനെ അട്ടപ്പാടി പാട്ടും പാടി കാട്ടിൽ തന്നെ കഴിഞ്ഞു കൂടിയാൽ മതിയാവും. അവരെല്ലാം അതല്ലേ പറയുന്നത്, അട്ടപ്പാടി പാട്ടും പാടി കാട്ടിൽ തന്നെ കഴിഞ്ഞു, കാറ്റാടിയും വെച്ച് കാട്ടുമുടിപ്പിച്ച് നടന്നു. ഉൽപ്പാദന മേഖല എല്ലാം ഒരു കാലം കഴിയുമ്പോൾ അവരുടെ കയ്യിലിരിക്കും. കാട്ടിൽ നമ്മൾ പണ്ടേ പാട്ടും പാടി നമ്മളിപ്പോൾ നടക്കുകയും ചെയ്യും. അതിന് അവർ ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ള ഓമനെ പേരിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മളത് പഠിക്കുകയും ചെയ്യും. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ സഭയ്ക്ക് ഒരു പ്രോട്ടോക്കോളുണ്ട്. ദാറ്റ് ഈസ് റിസക്ഷൻ പ്രോട്ടോകോൾ, വൈറ്റ് പ്രോട്ടോകോൾ. സഭ എന്ത് ചെയ്താലും ലോകം അങ്ങനെ പല കാര്യങ്ങൾ ഓരോരോ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കും. അവർ പറയുന്ന എല്ലാം ചെയ്ത് കൂട്ടാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സായിട്ട് നമ്മൾ മാറേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് വേറെ ജോലിയുണ്ട്. നമ്മുടെ ജോലി എന്താണ്? വിറ്റ്നസിങ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഫസ്റ്റ് ഡ്യൂട്ടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവരേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവരേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം. ഉത്ഥാനം ഒരു കോൺഷ്യസാണ്.
ഉത്ഥാനത്തിൻ്റെ അവബോധത്തിലാണ് കാലം നീട്ടിത്തരുന്ന എല്ലാ കുരിശുകളെയും നമ്മൾ ജയിക്കണത്. കുരിശ് നാട്ടപ്പെടുന്ന മലയുടെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഉത്ഥാനത്തിൻ്റെ ആകാശം കണ്ട് ജീവിക്കുന്നവനാണ് വിശ്വാസി. കർത്താവേ, ഈ നിമിഷങ്ങളെല്ലാം ഞങ്ങളോട് നീ സംസാരിച്ചു. നിൻ്റെ കോൺഷ്യസ്, റിസഷൻ കോൺഷ്യസ്, പുനരുത്ഥാന അവബോധം നിൻ്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും വാങ്ങിച്ച എല്ലാ മക്കളിലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് പൊതുവേ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കൂടെ കഴിയുന്ന പൊതുസമൂഹം അവർക്കെല്ലാം എല്ലാ മരിപ്പിൻ്റെയും എല്ലാ കുരിശിൻ്റെയും അപ്പുറത്ത് ഉത്ഥാനമുണ്ടാകുന്ന പ്രത്യാശയാൽ അങ്ങനെ പൊതുസമൂഹത്തെ സഭയെ കൊണ്ട് അഭിഷേകം ചെയ്യിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുകൂടി തന്നെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഈശോ ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസിൻ്റെ 1:24 നമ്മൾ ധ്യാനിക്കുന്നത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഈ ശക്തിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് സൗഖ്യമായിട്ട് മാറും. അതാണ് രക്തസ്രാവ രോഗിക്ക് സംഭവിച്ചത്. അവളെ കർത്താവിൻ്റെ വസ്ത്രത്തെ സ്പർശിച്ച സമയത്ത് ശക്തി പുറപ്പെടുവിട്ടു. ആ ശക്തി കോൺസെൻട്രേറ്റായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ഇരിക്കണമില്ല, അത് വിശ്വസിക്കുന്നവരിലേക്ക് ഒഴുകി വരുന്നതാണ്. വിശ്വാസം കർത്താവിന് ശക്തിയെ അത് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതാണ് 8:45 ലൂക്കായിലേക്ക് നമ്മൾ വായിക്കുന്നത്. ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈശോ, കർത്താവെ, ജനങ്ങൾ തിക്കി ഞെരിക്കുന്നതിനെ പിന്നെ എങ്ങനെ അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയും, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു എന്ന് പറയും. ശക്തി നിർഗളിക്കാനുള്ളതാണ്. ആര് വിശ്വസിക്കുന്നുവോ അവനിലേക്ക് ശക്തി നിർഗളിക്കും. ദൈവവേദന അതിന് ദേശങ്ങളില്ല, കാലങ്ങളില്ല, അതിന് രാഷ്ട്രങ്ങളില്ല. കൃപാസനത്തിൽ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയുമ്പോൾ ഞാൻ വിസ്മയിച്ചു പോകും. കാര്യം ദേശാന്തരങ്ങളും ഭൂഖണ്ഡങ്ങളും അപ്പുറത്ത് ഈ ആരാധന ലൈവായി പങ്കെടുക്കുന്നവരിലേക്ക് ആ വിശ്വസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് ആ ശക്തി കടന്നു വരികയാണ്. അതുപോലെ ശക്തി കടന്നു വന്നുകൊണ്ട് നീ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദര രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോഴീ ഇത് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീർത്ത വയറിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുമ്പളങ്ങാപ്പല വീർത്ത് വരും. നീര് കെട്ടി വീർക്കാം, ചിലപ്പോൾ മഹോദരം കൊണ്ട് വീർക്കാം, കരളിന് അസുഖമുള്ളത് കൊണ്ട് വീർക്കാം, വേറെ എന്തെങ്കിലും ആന്തരിക അവയവങ്ങൾ രോഗമുള്ളത് കൊണ്ട് വീർക്കാം. ആ വയറിലെല്ലാം കർത്താവ് ആർക്കെല്ലാം ഉദര രോഗമുണ്ടോ അവരെല്ലാം ഇപ്പോൾ ഈ നിമിഷം അനുഗ്രഹത്തിൻ്റെ ശക്തിയുടെ സൗഖ്യത്തിൻ്റെ ഈ നിമിഷം ദൈവവേദന നീ വിശ്വാസത്തോടു കൂടി അമ്മ മാതാവിന് മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നിന്നെ ഉദരത്തിൽ സ്പർശിക്കട്ടെ. കർത്താവെ, ഉദരത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. കർത്താവെ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്ത കർത്താവെ, കർത്താവ് നിന്റെ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവെ, ഉദരങ്ങളിൽ കർത്താവ് രോഗമുള്ളവരെ, ഉദരത്തെ നീരുള്ളവരെ, ആന്തരിക അവയവങ്ങൾക്ക് കേടുള്ളവരെ, കരളെ കിഡ്നിക്ക് കർത്താവ് കേടുള്ളവരെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറി
രോഗങ്ങളെ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ശ്രമിക്കുന്ന ദൈവപൈതലേ, ഈശോനെ കാണുന്ന ദൈവപൈതലേ, നിന്റെ വിശ്വാസവും ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ, പുത്രൻ തമ്പുരാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ട വർദ്ധിക്കാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ട വർദ്ധിക്കാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിനെ പ്രിയ മധുവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ അപേക്ഷിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവിധ സ്രാവരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ടാകാം, നിർത്താതെ ജലദോഷം അലർജി ഉണ്ടാകുന്നവരുണ്ടാകാം, മൂക്കിൽ നിന്ന് ചോര തന്നെ വരുന്നവരുണ്ടാകാം, അറിയാതെ മലവും മൂത്രമോ പോകുന്നവരുണ്ടാകാം, പീരീഡ്സ് വന്നിട്ട് നിലക്കാത്ത 10-20 ദിവസം പീരീഡ്സ് നീണ്ടു നിൽക്കുന്നവരുണ്ടാകാം, അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗികളുണ്ടാകാം. എല്ലാ സ്രാവങ്ങളുടെ മേലും എല്ലാ സ്രാവരോഗങ്ങളുടെ മേലും കർത്താവേ 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 നിന്റെ വിശുദ്ധമായ വലതുകരം ഓരോ വ്യക്തികളിലേക്ക് കർത്താവേ ഓരോ രോഗികൾക്ക് സ്പർശിക്കണമേ. സ്രാവരോഗികളെ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഈ മുതുകിന് കുറേ ഇങ്ങനെ ചൊറിച്ചിലും കുരുക്കളും, അതായത് ശരീരത്തിനുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളുണ്ടാകുന്ന വിസർപ്പ രോഗങ്ങളില്ലേ, സൊറിയാസിസ് പോലുള്ള, അതുപോലെ മുതുക് ഭാഗത്ത് കുറേ ഇങ്ങനെ തവിട്ട് നിറം, പിന്നെ ഒരു നീല നിറം, പിന്നെ കുരുക്കൾ, ഇങ്ങനെ മുതുക് മുഴുവനും കുരുക്കൾ. ആ വ്യക്തികൾ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമാണുള്ളത്. പക്ഷേ ഈ സമയത്ത് തന്നെ കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലുള്ള ഇതുപോലെയുള്ള അലർജി രോഗങ്ങളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ മഹത്വപ്പെടുത്തണമേ. ഈശോ സഭയിലുള്ള സാന്നിധ്യത്തെ ഈശോ പ്രകടമാക്കണമേ. കർത്താവെ ഈശോ ത്വക്ക് രോഗികളെ ചൊറികളെ ചിരങ്ങ് രോഗികളെ കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. മാരക രോഗങ്ങളെ ത്വക്ക് രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരനെ, തലയോട്ടിൽ പൊട്ടുന്ന വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ദയവായിട്ട് അങ്ങനെയുള്ളവർ ആരാധന പങ്കെടുക്കുന്നവരെ എപ്പോഴാണ് ലൈവായിട്ട് ആരാധനയിലേക്ക് നിങ്ങൾ വരുന്നത്, അപ്പോഴൊക്കെ നിങ്ങൾക്ക് യേശുനാമത്തിൽ നിങ്ങളുടെ പൊട്ടുന്ന തലയിലേക്ക്
പൊള്ളുന്ന തലയിലേക്ക് കൈകൾ വെക്കാവുന്നതാണ്. ഇപ്പോഴേ ഈ ആരാധന പങ്കെടുക്കുന്നവർ ഇപ്പോൾ തന്നെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ ഈശോ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ ഈശോ, നിന്റെ മുൾക്കിടത്തിന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, തലയോട്ടി പൊട്ടുന്ന പോലെയുള്ള പൊള്ളുന്ന പോലെയുള്ള തലവേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ തലക്ക് അകത്തുള്ള കേടുകൾ കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അങ്ങ് കഴുകണമേ. യേശുക്രിസ്തു നാമത്തിൽ അസ്ഥികൾ സ്പർശിക്കപ്പെടട്ടെ. യേശുക്രിസ്തു നാമത്തിൽ അസ്ഥികൾ സ്പർശിക്കപ്പെടട്ടെ കർത്താവേ. ഉള്ളങ്കാൽ ഉച്ചവരെയുള്ള അസ്ഥികളും പല്ലുകളും ദന്തങ്ങളും എല്ലാം യേശുക്രിസ്തു നാമത്തിൽ അതിന് രോഗങ്ങൾ, അതിന് പൊട്ടലുകൾ, എല്ലാ തരത്തിലുള്ള അപകടങ്ങൾ വന്നിട്ടുള്ള എല്ലാ തകർച്ചകൾ, അസ്ഥിപരമായ രോഗങ്ങൾ, അസ്ഥിപരമായ തകരാറുകൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് സ്മെല്ലുണ്ടാകുന്ന അവസ്ഥകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ ആവശ്യപ്പെടുക. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. ശരീരത്തിന് സ്മെല്ലുണ്ടാകുന്നു, ത്വക്കിൽ നിന്നുണ്ടാകാം, വായിൽ നിന്നുണ്ടാകാം, ഏതെങ്കിലും അവയവങ്ങളിൽ നിന്നൊക്കെ സ്മെല്ല് വരാം. മറ്റുള്ളവർക്ക് അസഹ്യമായ ഒരവസ്ഥയിൽ നിനക്ക് തന്നെ നീ ഒരു ബാധ്യതയെ മാറാം. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം ഈ പറഞ്ഞ രോഗികളുടെ മേലെല്ലാം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ നീ സൗഖ്യമാകട്ടെ എന്ന് ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി കാരുണ്യത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. കാര്യം അവരുടെ വേദനകൾ കർത്താവ് അറിയുന്നുണ്ട്. ഒരു ജീവിത പങ്കാളി ഇല്ലാത്തതിൻ്റെ വേദന, ഒരു പക്ഷേ ജീവിത പങ്കാളി പിരിഞ്ഞു പോയതായതാകാം, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാകാം, ചിലപ്പോഴും ജീവിത പങ്കാളി മരിച്ചു പോയതാകാം, കുഞ്ഞുങ്ങളെ ബാധ്യതയായിട്ട് വളർത്തിക്കൊണ്ടുപോകാൻ മാർഗ്ഗമില്ലാത്തത് വിഷമം അനുഭവിക്കുന്നവരാകാം, ഒരു പക്ഷേ ജീവിത പങ്കാളി അന്വേഷിച്ച് കണ്ടു കിട്ടാത്തവരാകാം, ഒരു കുഞ്ഞില്ലാത്ത അവസ്ഥയാകാം. എല്ലാ സങ്കടങ്ങളെയും എന്നാ കർത്താവിൻ്റെ വചനം പറയണത്. 2 കൊറിന്തോസിൻ്റെ 1:4 തിരുവചനങ്ങളിലെ എല്ലാ തരത്തിലുള്ള വ്യക്തികൾ അനുഭവിക്കുന്നവരെയാണ് കർത്താവ് ആശ്വസിപ്പിക്കുന്നത്. കർത്താവെ, അങ്ങനെ തിരുസേന ജീവിത പങ്കാളി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. ഒരു കാരണവശാലും കർത്താവ് ജീവിതം മുന്നോട്ട് എന്തിന് ജീവിക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ, എന്തിന് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ കർത്താവ് വേദനിക്കുന്നവരുണ്ട്. കർത്താവ്, മക്കളില്ലാത്തവരുണ്ട്. കർത്താവ്, ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്. കർത്താവ്, അവരെ രഹിതരുണ്ട്. ഈശോയെ, ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തവരുണ്ട്, വരുമാന മാർഗ്ഗമില്ലാത്തവരുണ്ട്, സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്. കർത്താവ് യേശുവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ കാരുണ്യം ചൊരിയണമേ. കുരിശിനെ ഓർത്തും മുഴുക്കരത്തെ ഓർത്തും തിരുവാൽ മുറിവിനെ ഓർത്തുകൊണ്ട് കർത്താവ് വേദനിക്കണമേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, ഈശ്വരൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, ഈശ്വരൻ കൂടെ. എനിക്കായി കരുതുന്നു. ഒരുമിച്ച് പാടുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, ഈശ്വരൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, ഈശ്വരൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വദേശങ്ങളിലും വിദേശങ്ങളിലും കഴിയുന്ന കൊറോണ ബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, 1 കൊരിന്ത്യർ 15:24 എഴുതിയിരിക്കുന്നു, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നുവെന്ന്. നിൻ്റെ പുനരുത്ഥാനത്താലാണ് കർത്താവേ കാണുന്നതും കാണാത്തവയും എല്ലാം നിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കണം കർത്താവേ. നിൻ്റെ ആ ശക്തിയാൽ കർത്താവേ ഇപ്പോൾ കൊറോണ ബാധിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ക്വാറന്റൈനിൽ താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ പരിപാലിക്കുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ കരുണ സ്വദേശത്തും വിദേശത്തും കർത്താവേ കൊറോണ ബാധിതരുടെ മേൽ കർത്താവിന് കരുണ ലഭിക്കട്ടെ. യേശു ഈ നിമിഷം അവർ യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്കലാപ്പിലായവരുടെ ജീവിതങ്ങൾ ഒരെത്തും പിടിയുമില്ല. സർക്കാരിന് പോലും എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. സഭയുടെ ആദ്യകാലം മുതൽ നമ്മൾ പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. സഭയുടെ പാരമ്പര്യം അതാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നമ്മുടെ രാഷ്ട്രീയ അധികാരികൾ ഇപ്പോഴും ഒരു കുഴങ്ങളിലാണ്. സുപ്രീം കോടതിയിലെ വിധിയുണ്ടായി. കാര്യം ഇവിടെയുള്ളവരുടെ കൊറോണ രോഗങ്ങൾ തീർന്നതിന് ശേഷം മാത്രം മതി ഈ വിദേശത്തുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്ന്. ലോ ആൻഡ് ഫാക്റ്റ് ആർ ഡിഫറെൻറ്റ്. നിയമം ശരിയാകാം, പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന യാഥാർത്ഥ്യ നിയമത്തെ തോൽപ്പിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിയമത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും യാഥാർത്ഥ്യം. കാര്യം അവിടെ ബിസിന് പോയവരുണ്ട്, ജോലി അന്വേഷിച്ച് പോയവരുണ്ട്, ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യണവരുണ്ട്. അവർക്ക് വെന്റിലേറ്ററൊന്നും കിട്ടത്തില്ല, ഭക്ഷണം പോലും കിട്ടത്തില്ല. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ, നിയമപരമായ തടസ്സം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിനെ അതിജീവിക്കാനുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഫോർ വാട്ട്? ഫോർ സേവിങ് ദ ലൈഫ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദി പീപ്പിൾ. ഗവൺമെൻറ് ആവശ്യം എന്താ? ജീവനും സ്വത്തിനും സംരക്ഷിക്കാനുള്ള ബാധ്യത കോടതിയേക്കാളുപരി ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. കാര്യം എന്താണ്? നമ്മളുടെ തന്നെ കൂടപ്പുറം വരാൻ അവിടെ ഈ വഴിയിലേക്കാണ് കിടക്കണം. നമുക്ക് കണ്ടില്ലേ, വഴിയിലേക്കാണ് കിടക്കണത്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ടോ, അവർക്കിനി പൈസ ഉണ്ടോ? ഒന്നെങ്കിൽ അവർക്ക് പൈസ നമ്മൾ എത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കവിടെ നമ്മുടെ ഓരോ പൗരന്മാരും അവർ സെക്യൂർ ആണെന്ന് ഗവൺമെൻറ് ഉറപ്പ് വരുത്തേണ്ടി വരും. അങ്ങനെയുള്ള മേഖലകളിൽ കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ശരീരത്തിലൊക്കെ എന്തൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണ പോലെയുള്ള സന്ദേശങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ അവയവങ്ങൾ വലുതായി വരികയോ, ഇപ്പം ലിവർ എൻലാർജ് ചെയ്യണമെന്ന് പറയത്തില്ലേ, അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം എൻലാർജ് ചെയ്യുന്ന അവയവങ്ങൾ, അങ്ങനെ അവയവങ്ങളുള്ളവർ ഇപ്പോഴും അവയവങ്ങളെ തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവെ, അങ്ങ് കാണിച്ചു തന്ന അവയവങ്ങളുടെ മേൽ കർത്താവെ നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന് വലതുകരത്താൽ സ്പർശിക്കണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ എല്ലാ അവയവങ്ങളും കർത്താവെ, പലതരത്തിലുള്ള ഇൻഫെക്ഷനുള്ള അവയവങ്ങൾ യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ യേശുവേ ഹല്ലേലൂയ 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 രോഗമെല്ലാം മാറിടട്ടെ കഷ്ടമെല്ലാം നീങ്ങിടട്ടെ രോഗമെല്ലാം മാറിടട്ടെ കഷ്ടമെല്ലാം നീങ്ങിടട്ടെ തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇപ്പോഴേ കർത്താവിനോട് എന്നാ പറയാനുള്ള സമയമാണ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഇരിക്കുന്നത്, അവിടെ മുട്ടേ നിൽക്കണം. നിങ്ങൾ പറ്റുമെങ്കിൽ മുട്ട നിൽക്കാൻ പറ്റിയ സാഹചര്യമാണ് എൻ്റെ മക്കൾക്കുള്ളെങ്കിൽ ഈ ലൈവിലെ ആരാധന കൂടുന്നവർ മുട്ടേ നിൽക്കേണ്ട സമയമാണിത്. കർത്താവ് ജ്വലിച്ച് നിൽക്കുന്ന പുനരുത്ഥാനത്തിന് മുഴുവൻ ശക്തിയോടെ നിൽക്കുന്നൊരു സമയമാണ്. എൻ്റെ മക്കൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി കൃപാസന ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ശുശ്രൂഷ നയിക്കപ്പെടുന്നത്. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. മക്കൾ, നിങ്ങളുടെ ജോലി കാര്യങ്ങളാകാം, നിങ്ങളുടെ പരീക്ഷക്കാരണ കാര്യങ്ങളാകാം, ഈ ക്വാറന്റൈൻ കഴിയുമ്പോൾ നിങ്ങൾ അലട്ടുന്ന, തുറിച്ച് നോക്കുന്ന, വലിയ പേടിപ്പെടുന്ന വിഷയങ്ങൾ വാട്ട് ഓർ മേ ബി ഈ പ്ലേസ് നൗ ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെക്കുക. കർത്താവെ, കണ്ണീരോടെ അങ്ങനെ മക്കൾ മുട്ടയെന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ, കണ്ണീരോടെ അങ്ങനെ മക്കൾ ഈ ക്വാറന്റൈൻ കാലം കഴിയുമ്പോൾ അവരെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അവരെ കാത്തിരിപ്പുന്നുണ്ട്. അതിൻ്റെ സങ്കടങ്ങളും വേദനകളും അവരുടെ മനസ്സിൽ ഉണ്ട്. കർത്താവ്, അത് നീ ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടാണല്ലോ ഈശോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതെല്ലാ മേഖലകളിലെല്ലാം കർത്താവെ നിൻ്റെ തിരുമുറിവാണ് വലത് കരം കർത്താവ്, കാലത്തെയും ദേശത്തെ അതിജീവിക്കുന്ന കരങ്ങളുടെ കരങ്ങളെ കർത്താവെ നീ സ്പർശിക്കണമേ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ഹല്ലേലൂയ, യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എൻ്റെ സഹോദരങ്ങൾക്ക് ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെ ഇപ്പോൾ ഈശോ തിരുസന്നിധിയിൽ പുനഃസമർപ്പണം ചെയ്യുക. പരിശുദ്ധ അമ്മ വഴി അമ്മ അത് ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെ ഇപ്പോൾ കൈമാറുക. ഇതൊരു സ്വർഗീയ നിമിഷമാണ്. ഇത് കർത്താവിൻ്റെ ഏറ്റെടുപ്പ് സമയമാണ്. അമ്മ നിൻ്റെ സന്നിധിയിലെ കണ്ണുനീര് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയമാണ്. ദൈവവേദന നീ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവവേദന നീ ഉടമ്പടി എടുക്കാത്ത വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ സങ്കടങ്ങൾ സമർപ്പിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവെ, ഉടമ്പടി എടുക്കാത്തവർക്ക് വേണ്ടി എടുത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ, ഞാനീ 30 കൊല്ലം അർപ്പിച്ച കുർബാനയെ നീ ഓർക്കണം. ഈശോ, കൃപാസനത്താറയിൽ അണമുറിയാതെ നടന്ന ആരാധനകൾ നീ ഓർക്കണമേ കർത്താവേ. കൃപാസനത്തിൽ ശുശ്രൂഷകരെ ഏറ്റെടുത്തിരിക്കുന്ന ഉപവാസങ്ങൾ നീ ഓർക്കണമേ കർത്താവേ. ആരെല്ലാം നിൻ്റെ തിരുസന്നിധിയിൽ ഏതെല്ലാം ജാതിയിലും മതത്തിലും പെട്ട മക്കൾ കണ്ണീരിൻ്റെ കാലത്ത് അങ്ങനെ തിരുസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി കഴിയുന്നു, അവരോടെല്ലാം കരുണ കാണിക്കണമേ കർത്താവേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയത്തിനായി നമുക്ക് നോക്കി പറക്കാം. 1 മിനിറ്റിനുള്ളിൽ ആശീർവാദം നൽകപ്പെടും. നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കുക. വീണ്ടും അടുത്ത തിങ്കളാഴ്ച നമ്മൾ കണ്ടുമുട്ടും. 11 മണിക്ക് ഇതുപോലെ ജപമാലയോട് കൂടി ഉടമ്പടി ദിവ്യ കാരുണ്യ ആരാധനയും ദൈവവചന സന്ദേശം കൈമാറലും പരിശുദ്ധ കുർബാനയുടെ സന്നിധാനത്തിൽ അമ്മയുടെ മധ്യസ്ഥ രോഗസൗഖ്യ പ്രാർത്ഥനയും അടുത്ത തിങ്കളാഴ്ചയും അടുത്ത ചൊവ്വാഴ്ചയും എല്ലാം 11 മണിക്കാണ് ആരംഭിക്കുന്നത്. അതുവരെ നിങ്ങൾ പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്തിരിക്കുന്ന ആധ്യാത്മിക കടമകൾ, നിബന്ധനകൾ അതുപോലെ തന്നെ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അറിയിപ്പ്, ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും ബുദ്ധിപരമായിട്ടും ക്രമീകരിച്ച് ഒരുങ്ങുന്നത്
ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചാണ്. അതിൻ്റെ വർക്കുകൾ പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ വരെ അത് നടക്കുന്നുണ്ട്, അവർക്ക് നടക്കുന്നുണ്ട്. അപ്പോഴതുകൊണ്ട് ആ ഒരു വിഷയം അല്ല, നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് വേദനയുടെ കാലത്ത് കൃപാസനത്തിൽ 30 കൊല്ലത്തെ ഒരു ശതകോടി ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയും അതുപോലെ വന്യപിതാക്കന്മാരുടെ ദിവ്യബലി പ്രാർത്ഥനയൊക്കെ ഉണ്ട് ആസ്തിയായിട്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നവർക്ക് ദൈവം തീർച്ചയായിട്ടും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള ഒരു കാലമാണ് തെളിഞ്ഞു വരുന്നത്. എത്രയും വേഗം നിലവിൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ സമാപന ആശീർവാദം സ്വീകരിക്കാം. മുട്ടയിൽ നിന്നുകൊണ്ട് വേണം ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കുക. അതുവരെ പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തമ്മിൽ കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങൾക്ക് കാവലായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ തൻ്റെ നീല മേലങ്കിയാൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും സംരക്ഷിക്കട്ടെ. സ്റ്റേ സേഫ്. കൈകളെ ഈശോയുടെ നെറ്റിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ,